ഗുരുഭ്യോ നമ. ഓം ശ്രീ ശനീശ്വര സ്വാമിനേ നമ. പ്രിയ സജ്ജനങ്ങളെ, ഞാൻ ഇന്നിവിടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും ഇത് കേൾക്കുകയും പരമാവധി ഷെയർ ചെയ്യുകയും വേണം. നവഗ്രഹങ്ങളെ പറ്റിയും അവയുടെ സ്വാധീനത്തെയും അവർ നമ്മളെ ഏൽപ്പിക്കുന്ന പ്രഭാവത്തെപ്പറ്റിയും ആഘാതങ്ങളെപ്പറ്റിയും ഒക്കെ കുറേയൊക്കെ നിങ്ങൾക്കും അറിയാം. എന്നാൽ നവഗ്രഹങ്ങളിലെ ചില ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാശികൾ പ്രകാരം 2026 ജൂൺ 20 മുതൽ സെപ്റ്റംബർ 19 വരെയുള്ള 3 മാസക്കാലം നമ്മുടെ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന അനിഷ്ട സംഭവങ്ങളെ പറ്റിയാണ് ഞാനിപ്പോൾ പറയുന്നത്. ഈ കാലയളവിൽ വളരെയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഭൂമിയിലുണ്ടാകും. ഭൂലോകത്താകമാനം ഉണ്ടാകാൻ പോകുന്ന വൻ വിപത്തുക്കളെ എല്ലാവരും ഒന്ന് മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. അതനുസരിച്ച് നമ്മൾ പ്രാർത്ഥനകളും പൂജകളുമൊക്കെ ചെയ്യണം. ഇതിനു വേണ്ടിയുള്ള പ്രാർത്ഥനകളും ആരാധനകളുമൊക്കെ ചെയ്ത് വേണം നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ദോഷങ്ങളൊന്നും ബാധിക്കാതെ സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കും. വ്യക്തികളെയും കുടുംബങ്ങളെയും നമ്മുടെ പ്രദേശത്തെയും ഒക്കെ ബാധിക്കുന്ന ദോഷങ്ങൾക്ക് ശമനം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഭൂമിക്ക് മേൽ വിനാശകരമായി വന്നുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഗ്രഹദോഷങ്ങളും അതുമൂലം ഉണ്ടാകാൻ പോകുന്ന വിപത്തുകളും എന്തൊക്കെയാണെന്ന് പറയാം. ശുക്രൻ, വ്യാഴം, ശനി, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ എന്നീ ഗ്രഹങ്ങളും രാഹുകേതുക്കളും മൂലം ഭൂമിക്കുണ്ടാകുന്ന കാലസർപ്പദോഷമെന്ന കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഏറ്റവും വലിയ വിനാശമുണ്ടാകുന്നത് ശനി, ചൊവ്വ, രാഹുകേതു എന്നീ ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാശികളുടെ അവസ്ഥ കാരണമാണ്. ഈ 4 ഗ്രഹങ്ങൾ നിൽക്കുന്ന രാശികളുടെ പ്രശ്നങ്ങൾ മൂലമാണ് ഈ ഗ്രഹദോഷങ്ങൾ സംഭവിക്കുന്നത്. ശനിയും രാഹുവും കേതുവും ഒരുമിച്ച് ചൊവ്വയെ ആക്രമിക്കുമ്പോൾ ചൊവ്വയുടെ കാരകത്വമുള്ള ഭൂമിക്കാണ് വലിയ ആഘാതമുണ്ടാകുന്നത്. അതുമൂലം നമ്മുടെ ഭൂമിക്ക് ആകമാനം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ഏഷ്യാ ഭൂഖണ്ഡത്തിലാണ് ഇത് കൂടുതൽ പ്രകടമാകുന്നത്. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങളുണ്ടാകും, വൻപിച്ച നാശനഷ്ടങ്ങളും ഉണ്ടാകും, ഭീകരാക്രമണങ്ങളും അതേ തുടർന്നുള്ള യുദ്ധങ്ങളും ഉണ്ടാകാം. ഒരിടത്ത് മാത്രമല്ല, നമ്മുടെ രാജ്യത്തും അയൽ രാജ്യങ്ങളിലുമെല്ലാം ഇത് ബാധകമാണ്. ചില ചെറു രാജ്യങ്ങൾ തന്നെ നഷ്ടപ്പെടുന്ന തരത്തിലും രാജ്യങ്ങളുടെ അതിർത്തികൾ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതായ ചില ഭവിഷ്യത്തുകൾ അതുമൂലം ഉണ്ടാകും. ഭൂകമ്പം, മേഘവിസ്ഫോടനം, പ്രളയം, പ്രകൃതി ദുരന്തങ്ങൾ, അഗ്നിബാധകൾ, ബോംബ് സ്ഫോടനങ്ങൾ ഇവയെല്ലാം ഉണ്ടാകാം. യുദ്ധങ്ങളും ഭീകരാക്രമണങ്ങളും മൂലം ഉണ്ടാകുന്ന വൻപിച്ച നാശനഷ്ടങ്ങൾ കരയിലും ആകാശത്തും സമുദ്രത്തിലും ഒരുപോലെ ഉണ്ടാകുന്ന വിപത്തുകൾ വിവരണാതീതമായ ഭീതിപ്പെടുത്തുന്ന തരത്തിലായിരിക്കും. ഭൂലോകത്താകമാനം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ പ്രകമ്പനം ഏഷ്യൻ വൻകരയിലും ഉണ്ടാകുമെന്ന് ഓർക്കണം. ചില കാലസർപ്പയോഗമുള്ള വ്യക്തികൾ തനിക്കും കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും ആകമാനം ഹാനികരമായ തീരുമാനങ്ങൾ എടുക്കും. ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണവും പല വിപത്തുകളും ഉണ്ടാകും. ഈ പ്രശ്നങ്ങളൊക്കെ കാരണം മനുഷ്യർക്ക് വളരെ ജീവഹാനിയും ധനനഷ്ടങ്ങളും ഉണ്ടാകും. നമ്മുടെ അയൽ രാജ്യങ്ങൾ തമ്മിലും നമ്മളും അയൽ രാജ്യങ്ങളുമായും പ്രശ്നങ്ങൾ ഉടലെടുക്കും. നമ്മുടെ രാജ്യത്തിനുള്ള ഏറ്റവും വലിയ ഭാഗ്യം നമ്മൾ നവഗ്രഹ ആരാധന ചെയ്യുന്നവർ ആണെന്നുള്ളതാണ്. ഈ കാലത്ത് നവഗ്രഹങ്ങളുടെ ആരാധനയും പ്രാർത്ഥനയും രാജ്യത്ത് മുഴുവൻ നടക്കണം. ഈ ദോഷങ്ങൾ ഏൽക്കാതിരിക്കാൻ നവഗ്രഹ പൂജ അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ
ദൈവതുല്യരായ വ്യക്തികളുടെ ഇടപെടൽ മൂലം നമ്മുടെ രാജ്യം ലോകസമാധാനത്തിൻ്റെ വക്താക്കളും മധ്യസ്ഥരുമായി മാറാനുള്ള യോഗം സംജാതമാകും. കൂടുതൽ കൂടുതൽ നവഗ്രഹ പ്രാർത്ഥനകളും പൂജകളും നടക്കുമ്പോൾ ശനി, ചൊവ്വ, രാഹു, കേതുക്കളുടെ അനുഗ്രഹത്തിലും കൂടുതൽ ശ്രദ്ധയുണ്ടാകണം. അവരുടെ അനുഗ്രഹത്താൽ നമ്മുടെ രാജ്യത്തിൻ്റെ വിജയവും നമ്മുടെ സഹോദരങ്ങളുടെ സംരക്ഷണവും നമുക്ക് ഉറപ്പാക്കാം. അതുപോലെ ലോകത്താകമാനം സമാധാനവും ഐക്യവും ഉണ്ടാകാനും നമുക്ക് പ്രാർത്ഥിക്കാം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, സർവേഷാം സുസ്ഥിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവതു.